നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ വീണ്ടും ട്വിസ്റ്റ്. കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കൊന്നത് താനല്ലെന്നും കുട്ടിയുടെ അമ്മ ശ്രീധുവാണെന്നും കേസിലെ പ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാർ മൊഴി നൽകിയിരുന്നു. കുഞ്ഞിനെ കൊന്ന ശ്രീധു തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നും ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് നിർണായക മൊഴി പുറത്തുവന്നത്. തുടർന്ന് നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് ശ്രീധുവിനെതിരെയും തെളിവ് കിട്ടിയത്. പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. സഹോദരനുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് മൊബൈൽ പരിശോധനയിൽ ഫോറൻസിക് തെളിവ് കിട്ടുകയായിരുന്നു. അമ്മാവൻ ആ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത് അമ്മയുടെ അറിവോടെ തന്നെ എന്നതിനും അതിൽ തെളിവുണ്ടായിരുന്നു. ഇതോടെയാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ ജയിൽ സന്ദർശിച്ചപ്പോഴാണ് ഹരികുമാർ SPയോട് ശ്രീധുവിന്റെ പേര് വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഹരികുമാർ ഇത് ആവർത്തിച്ചു. എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനാൽ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചു. നേരത്തെ ദേവേന്ദുവിന്റെ അച്ഛനും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ ഹരികുമാറിന്റെ മൊഴി നിർണായകമാണ്. ഏറെ ആശയക്കുഴപ്പങ്ങൾ പോലീസിനുണ്ടാക്കിയ കേസാണിത്. ശ്രീധുവിനെ വിശദമായി ചോദ്യം ചെയ്താലേ യഥാർത്ഥ ചിത്രം തെളിയൂ. നേരത്തെ ശ്രീധുവിനെ ഒരു വഞ്ചനാ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ജാമ്യവും കിട്ടി. ഇതിനിടെയാണ് ശ്രീധുവിനെതിരെ ഹരികുമാർ വെളിപ്പെടുത്തൽ നടത്തിയത്. ജനുവരി 30-നാണ് ബാലരാമപുരത്തെ വീട്ടിൽ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ദേവേന്ദുവിനെ പുലർച്ചെ കാണാതായെന്നാണ് ആദ്യം പരാതി ലഭിച്ചത്. പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഹരികുമാറിന്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിന് അവർ തയ്യാറാകാത്തതിന് കുട്ടിയാണ് തടസ്സമെന്ന് കരുതിയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ട്വിസ്റ്റുകൾ ഉണ്ടായത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും പോലീസിന്റെ പിടിയിലായി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് ശ്രീധുവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൊട്ടു പിന്നാലെ ഹരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിന്നീട് ഹരികുമാർ ഇത് മാറ്റി പറഞ്ഞു. ഇതോടെ അമ്മയിലേക്കും അന്വേഷണം എത്തി. ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ജനുവരി 29-ന് രാത്രി ശ്രീധുവിനോട് തന്റെ മുറിയിലേക്ക് എത്തുവാൻ ഹരികുമാർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ശ്രീധു മുറിയിലെത്തിയെങ്കിലും കുഞ്ഞ് കരഞ്ഞതിനാൽ തിരികെ പോയി. തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലേക്ക് എടുത്തിട്ടതെന്ന് പ്രതിയുടെ മൊഴി. ശ്രീധു പുലർച്ചെ ശൗചാലയത്തിലേക്ക് പോയ തക്കത്തിലാണ് ഹരികുമാർ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. തുടർന്ന് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നിൽ ശ്രീധുവിനും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുന്നത്.